പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരണം കോൺഫറൻസ് ഹാളിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ മഞ്ഞപ്ലാക്കൽ അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 17,68,00,000 രൂപ വരവും 17,63,00,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. ലഭ്യമായ സ്രോതസ്സുകൾ ഉൾപ്പെടുത്തി പാർപ്പിടം, ടൂറിസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ സമസ്ത മേഖലയിലെയും വികസനത്തിന് ഊന്നൽ നൽകിയിരിക്കുന്ന ബജറ്റിൽ പാർപ്പിട മേഖലയ്ക്കും ആരോഗ്യ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. സാധ്യമായ മേഖലകളിലെല്ലാം തുക വകയിരുത്തിയിട്ടുള്ളതായി പ്രസിഡന്റ് മിനർവ മോഹൻ പറഞ്ഞു. അപ്പം പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ സമഗ്ര മേഖലയിലെ ഒരു വർഷത്തെ വികസനം മുൻനിർത്തി വൈസ് പ്രസിഡന്റ് സഹകരണത്തോടു കൂടി ഒരു ബജറ്റ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ടൂറിസം മേഖലയ്ക്കും അതുപോലെ തന്നെ പൂഞ്ഞാറിലൊരു കളിക്കളത്തിനുമൊക്കെ ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തോടെയും വിവിധ ത്രിതല പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി പൊതു ശ്മശാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പൂർത്തീകരണം ലക്ഷ്യമിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഭവന നിർമ്മാണത്തിനും ഭവന പുനരുദ്ധാരണത്തിനും അതുപോലെ തന്നെ വനിതാ വികസന രംഗത്തും യുവജനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ഇനിയും തയ്യാറാക്കി വെക്കുന്നുണ്ട്. കാരണം ഇനി നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കിട്ടാനുണ്ട്. പൂഞ്ഞാർ തെക്കേക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മരുന്ന് വാങ്ങുന്നതിനുമായി 18 ലക്ഷം രൂപയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 7 ലക്ഷം രൂപയും ആദരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് മരുന്ന് വാങ്ങലിനും മെയിൻ്റനൻസിനുമായി 10 ലക്ഷം രൂപയും വകയിരുത്തി. സ്വന്തമായി കെട്ടിടമില്ലാത്ത പെരിങ്കുളം, പൂഞ്ഞാർ മെയിൻ സെന്റർ, കുന്നോന്നി സബ് സെന്ററുകൾക്ക് സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഹെൽത്ത് ഗ്രാന്റ് ഉൾപ്പെടുത്തി 3.8 കോടി രൂപയും വകയിരുത്തി. വാട്ടർ അതോറിറ്റിയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ജൽജീവൻ പദ്ധതിയും നിലവിലുള്ള ജലനിധി പദ്ധതികളും ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി പഞ്ചായത്ത് പ്രയത്നിച്ചു വരികയാണെന്ന് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ മഞ്ഞപ്ലാക്കൽ പറഞ്ഞു. പൂഞ്ഞാർ തെക്കേക്കരയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നമായിരുന്നു ഒരു കളിക്കളം ഇല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അതിന് ശാശ്വത പരിഹാരം അടുത്ത 5 വർഷത്തിനകം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജിന് അറിയാം 35 ഏക്കറോളം സ്ഥലമുണ്ട്. അതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 10 ഏക്കറോളം സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ 6.25 കോടി രൂപയോളം നമുക്ക് കളിക്കളം ഉണ്ടാക്കാനായിട്ട് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിനും അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി 3.08 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. കായിക മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ മേരാ ഖേൽ ഇന്ത്യ പദ്ധതി പ്രകാരം പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജിൽ 6.67 കോടി രൂപ ചെലവിൽ കളിസ്ഥലം നിർമ്മിക്കുന്നതിന് ഭരണാനുമതി ലഭ്യമായിട്ടുണ്ട്. ടൂറിസം മേഖലയുടെ വികസനത്തിനായി പൂഞ്ഞാർ ടൂറിസം സർക്യൂട്ട് എന്ന പേരിൽ വിശദമായ DPR തയ്യാറാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിച്ചിട്ടുമുണ്ട്. അനുകൂലമായ തീരുമാനം ലഭിക്കുന്ന മുറയ്ക്ക് ഇവ നടപ്പാക്കും. കല, സംസ്കാരം, സ്പോർട്സ്, യുവജനക്ഷേമം, വായനശാല, റീഡിംഗ് റൂമിന്റെ നവീകരണം തുടങ്ങിയവയ്ക്കുള്ള തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾക്ക് പുറമെ ജില്ലാ പഞ്ചായത്ത് അംഗം R. ശ്രീകല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റോജി തോമസ്, ക്ലിൻഡ അരിപ്ലാക്കൽ, ബീന മധുമോഹൻ എന്നിവരും പങ്കെടുത്തു.